ഈ ക്ലബിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു വർഷത്തെ ആക്ടിവിറ്റീസ് എന്താണ്? നല്ല ചോദ്യം. ഞങ്ങളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഓരോരോ മാസങ്ങളിൽ ഓരോരോ ക്ലബിലാണ് ജോയിൻ ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഒരേ ക്ലബിലാണ് ജോയിൻ ചെയ്യുക. ഇവിടെ അറിവല്ല പ്രധാനം, ഇവിടെ ഇൻ്റലിജൻറ്റ് കോഷ്യൻസ്, അവൻ്റെ കഴിവുകളാണ്, അവൻ്റെ ബുദ്ധിശക്തിയാണ്, അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുകേഷ് 17 വയസ്സുകാരനാണ്, ഞങ്ങൾ 40 വയസ്സിലുള്ള ആളുകളാണ്. ഒരിക്കലും ഒരുപക്ഷെ ആരാണ് മികച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില മേഖലയിൽ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല, എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്നു. വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം അവർക്കൊരു കിറ്റ് അയച്ചു കൊടുക്കും. ഈ കിറ്റിൽ 3 കാര്യങ്ങളാണുള്ളത്. 1, അവർക്കൊരു ബാഡ്ജ് ഉണ്ടായിരിക്കും. 2, അവർക്കൊരു സർട്ടിഫിക്കറ്റ്, ഒരു വെൽക്കം ലെറ്റർ ഉണ്ടായിരിക്കും. 3, അവർക്കൊരു ഇനീഷ്യൽ കിറ്റ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ഒരു പ്ലെയിൻ അറേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഇലക്ട്രോണിക്സ് പരീക്ഷണം നടത്താനുള്ളതായിരിക്കും. ചെറിയൊരു കെമിക്കൽ പരീക്ഷണം അല്ലെങ്കിൽ മെക്കാനിക്കൽ പരീക്ഷണം നടത്താനുള്ളത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപക്ഷെ ഡിഫറൻ്റ് ആയിട്ടുള്ള കിറ്റുകളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഈ കിറ്റ് ഞങ്ങളുടെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞ് ഒരു ആക്ടിവിറ്റി നടത്തി അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരണം. അതോടൊപ്പം തന്നെ പേരൻസിനെയും കുഞ്ഞുങ്ങളെയും ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ, ഇനീഷ്യൽ പരിചയപ്പെടുത്തൽ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് മെൻറ്ററും സൈക്കോളജിസ്റ്റും കൂടെ നടത്തും. അതിനുശേഷം ഞങ്ങൾ പേരൻസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം അവർക്ക് ഞങ്ങളെ സെഷനിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞ മാതിരി 105 സെഷനാണുള്ളത്. ഒരു സെഷൻ ആക്ടിവിറ്റി അങ്ങനെ 365 ദിവസത്തോളം ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ആഴ്ചകളിലും ക്വിസ്, ഡിബേറ്റ്, എല്ലാ മാസത്തിലും ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ഒരു സക്സസ് സ്റ്റോറി ഓഫ് സക്സസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക, ടേണിംഗ് പോയിന്റ്. അതുപോലെ തന്നെ വർഷാവസാനം അവർക്ക് കോമ്പറ്റീഷൻസ് തുടങ്ങും. അവരിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ തെളിഞ്ഞ മേഖലയിൽ അവർക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അവർക്ക് അവാർഡ് വിൻ ചെയ്യാനും സമ്മാനം വിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർഷത്തിൽ തുടർച്ചയായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി കലാമത്സരങ്ങൾ, ഫിസിക്കൽ കോമ്പറ്റീഷൻസ്, അത്ലറ്റിക് കോമ്പറ്റീഷൻസ്, ഇങ്ങനെ പല ആക്ടിവിറ്റീസും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു വർഷത്തെ ക്ലബിൻ്റെ പ്രവർത്തനം വരുന്നത്. ഈ ക്ലബിലൂടെ അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുഞ്ഞിന് ഭ്രമമുണ്ടാകുമെന്നും താല്പര്യമുണ്ടാകുമെന്നും ആണ് ഞങ്ങളുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ.